എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു. സോ ടി വി കാണാമെന്ന് വെച്ച് ടി വി ഓണാക്കി നോക്കിയപ്പോൾ അതിൽ നല്ല സിനിമ ഒറ്റയൊന്നുമില്ല. എന്നാൽ പിന്നെ പണ്ട് കണ്ട കുറച്ച് കാർട്ടൂൺ കാണാമെന്ന് വിചാരിച്ചിട്ട് കൊച്ചു ടി വി ആക്കി നോക്കി. എടാ മോനെ, പണ്ടിട്ടോണ്ടിരുന്ന ഒരു നല്ല കാർട്ടൂൺ പോലും ഇപ്പം അതിലിടുന്നില്ല. കാർട്ടൂൺ എന്ന പേരിൽ എന്തൊക്കെയോ ക്രിഞ്ച് സാധനങ്ങളാണ് ഇപ്പം അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് എൻ്റെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് ടി വി എറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നിയത്. ബട്ട് ഞാൻ ടി വി എറിഞ്ഞ് പൊട്ടിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കുട്ടികളെ ടി വിൻ്റെ മുമ്പ് പിടിച്ചിരുത്തിയ കുറച്ച് ചാനലുകളിൽ ഒന്നാണ് കൊച്ചു ടി വി. എന്നാൽ അതിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് പണ്ട് നമ്മളൊക്കെ കണ്ട കുറച്ച് നല്ല കാർട്ടൂണുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഓരോ കാർട്ടൂണായിട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാർട്ടൂൺ ആയിരിക്കും ഡ്രാഗൺ ബൂസ്റ്റർ. ഇത് 2004 ക്രിയേറ്റ് ചെയ്യുന്നത്. 3 സീസൺ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടർ ആർത്തർ പെൻ എന്ന് പറയുന്ന ആളാണ്. അവൻ തന്നെയാണ് ഡ്രാഗൺ ബൂസ്റ്റർ. ഗോൾഡൻ ഡ്രാഗൺ ബ്രീഡായ ബോ എന്ന ഡ്രാഗൻ ആർത്തറിനെ തെരഞ്ഞെടുക്കുകയും പിന്നെ അവർ തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. അതിലൂടെയാണ് ആർത്തറിന് ഡ്രാഗൺ ബൂസ്റ്റർ ആവാൻ പറ്റുന്നത്. പിന്നെ ഡ്രാഗൺ ബൂസ്റ്റർ ആവാൻ വേണ്ടി ഗോൾഡൻ ട്രക്കോൺ എന്ന് പറയുന്ന ഒരു കൈമിടുന്ന സാധനം, അതിൽ പിന്നെ ഒരു സ്റ്റാറും കൂടി വെച്ചിട്ടാണ് ഡ്രാഗൺ ബൂസ്റ്റർ ആയിട്ട് മാറുന്നത്. ശരിക്കും ഡ്രാഗൺ ബൂസ്റ്റർ എന്തിനാന്ന് വെച്ചാൽ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രാഗനും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു യുദ്ധം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗൺ ബൂസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനും ഡ്രാഗനും തമ്മിലുള്ള ഒരു യുദ്ധം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ ആ ലോകത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് ഡ്രാഗൺസിനെയും മനുഷ്യനെയും യുണൈറ്റ് ചെയ്ത് നിർത്താനാണ് ഡ്രാഗൺ ബൂസ്റ്റർ ശ്രമിക്കുന്നത്. ആർത്തറിനെ സഹായിക്കാനായിട്ട് വേറെ ഒരുപാട് ബൂസ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ആർത്തറിന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇതിനെക്കുറിച്ച് ശരിക്കും വിവരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ബട്ട് ഇതിൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇത്ര മതി. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സീരീസ് ആയിരുന്നു ജോർജ് ഓഫ് ദ ജംഗിൾ. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 2007 ജോർജ് ഓഫ് ദ ജംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ മലയാളം ഡബ്ബാണ് കൊച്ചു ടി വിയിൽ ഇടാൻ തുടങ്ങി. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ജോർജ് എന്ന ക്യാരക്ടർ കാട്ടിൽ ജനിച്ച് വളരുന്ന ഒരാളായിരിക്കും. കുരങ്ങന്മാരായിരിക്കും ജോർജിനെ എടുത്ത് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ജോർജ് വലുതാകുമ്പോൾ കാടിന്റെ ഒരു രാജാവായിട്ട് മാറുകയാണ്. ഒരു കിങ് ആയതുകൊണ്ട് തന്നെ ആ കാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് ജോർജിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഓരോ ദിവസവും ജോർജിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കോമഡി രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ദിവസവും ജോർജ് ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അതാണ് ഇതിൽ ഓരോ എപ്പിസോഡിലെയും കഥ. ഇത് വളരെ കോമഡി നിറഞ്ഞൊരു കാർട്ടൂണാണ്. പിന്നെ ടാർസൻ, മൗഗ്ലി അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കാർട്ടൂണാണ്. പിന്നെ ജോർജിന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സായ ഏപ്പ്, ഉർസല, മാഗ്നോളിയ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു കാർട്ടൂൺ പൊതുവേ നല്ലൊരു വിജയമായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പലരുടെയും ഫേവറേറ്റ് കാർട്ടൂണുകളിൽ ഒന്നായിരിക്കും ഇത്. ഇത് ടോട്ടലി 2 സീസണാണ് ഇതുവരെ ഇറക്കിയിട്ടുള്ളത്. ഞാനൊക്കെ ഈ കാർട്ടൂൺ കണ്ടത് തന്നെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. അടുത്ത കാർട്ടൂൺ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാർട്ടൂൺ ആയിരിക്കും ഹീമാൻ. ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നത്. ഇത് 1980-കളിലെ മോസ്റ്റ് പോപ്പുലർ ആനിമേറ്റഡ് സീരീസിൽ ഒന്നായിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഡബ് ചെയ്ത് കൊച്ചു ടിവിയിലേക്ക് കൊണ്ടുവരുന്നത്. മാജിക്, മിത്ത്, ഫാന്റസി എന്നിവയുടെ ഒരു ഗ്രഹമായ എറ്റേണിയയിലാണ് ഈ കഥ നടക്കുന്നത്. എറ്റേണിയയിലെ രാജകുമാരനാണ് ആദം. ആദം തന്നെയാണ് ഹീമാനും. ആദം അവന്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങും, ആ ശക്തിയെ പുറത്തു വാ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങും, ആ ശക്തി കൂടി വാ. ആദം ഹീമാനായി മാറും. അത്ര തന്നെ. ഹീമാനായി കഴിഞ്ഞാൽ അവനായിരിക്കും യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ആള്. പിന്നെ ആദമിന്റെ കൂടെ പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു പുലിയുണ്ട്. അവനങ്ങനെ എല്ലാത്തിനെയും പേടിച്ച് നടക്കും. പക്ഷെ ഹീമാനായി കഴിയുമ്പോൾ അവനും കുറച്ച് പവർ കിട്ടും. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. അവന്റെ പേരാണ് ബാറ്റിൽ കാറ്റ്. കഥയിലെ മെയിൻ എന്ന് പറയുന്നത് മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നിട്ട് എറ്റേണിയയിലും ഗ്രേസ്കൽ കോട്ടയെയും സംരക്ഷിക്കുന്ന ഹീമാന്റെ കഥയാണ്. ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് സ്കെലക്ടർ എന്ന് പറയുന്ന ഒരു സ്കള്ളാണ്. അവന് കുറെ കൂട്ടാളികളും ഉണ്ടാവും. ഈ സ്കെലക്ടറിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗ്രേസ്കൽ കോട്ട കീഴടക്കലാണ്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ സ്കെലക്ടർ ചെയ്യും. പക്ഷേ ഹീമാൻ അതൊക്കെ പൊളിച്ച് കൈ കൊടുക്കും. ഹീമാൻ ഒറ്റയ്ക്കല്ല ഗ്രേസ്കൽ കോട്ടയും എറ്റേണിയയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ അവന്റെ കുറച്ച് ഫ്രണ്ട്സും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വളരെയധികം ഫാൻസ് ഉള്ള ഒരു ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനും. എപ്പിസോഡ് ബൈ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാർട്ടൂൺ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ആയിരിക്കും മാർസുപിലാമി. ഒരുപാട് പേരുടെ ഫേവറേറ്റ് കാർട്ടൂണുകളിൽ ഒന്നാവാൻ സാധ്യതയുള്ള ഒരു കാർട്ടൂണാണ് മാർസുപിലാമി. ടോട്ടൽ 2 സീസൺസ് ആണ് ഇതിൽ പുറത്തിറക്കിയിട്ടുള്ളത്. മാർസുപിലാമി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ജീവിയാണ്. മഞ്ഞ കളറിൽ കറുത്ത പുള്ളികളോട് കൂടിയിട്ട് പുള്ളിപ്പുലിയെ പോലെ തോന്നുന്ന
നീണ്ട വാലുള്ള ഒരു ജീവിയായിട്ടാണ് മാർസുപിലാമിയെ ഇതിൽ കാണിക്കുന്നത്. കാടിനെ നശിപ്പിച്ചിട്ട് അവിടെ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫെലിസിയ എന്ന് പറയുന്ന വില്ലത്തിയിൽ നിന്ന് കാടിനെ സംരക്ഷിക്കുന്ന മാർസുപിലാമിയുടെ കഥയാണിത്. വളരെ ഫണ്ണിയും രസകരമായിട്ടാണ് ഓരോ എപ്പിസോഡും മുന്നോട്ട് പോകുന്നത്. ഇതിൽ മാർസുപിലാമിയുടെ കുടുംബത്തെയും പിന്നെ കാട്ടിലെ ജന്തുജാലങ്ങളെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ വന്ന ഹെക്ടർ എന്ന പയ്യനെയും അവന്റെ ആന്റി ഡയാൻ ഫോസ്റ്ററെയും കാണിക്കുന്നുണ്ട്. മാർസുപിലാമിയും അതിന്റെ ഭാര്യയും പിന്നെ 3 മക്കളും പിന്നെ ഹെക്ടറും ആന്റിയും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ വില്ലത്തി ഫെലിസിയ വരുന്നുണ്ട്. പിന്നെ അവളുടെ 2 അസിസ്റ്റൻസ്, പിന്നെ മാർസുപിലാമിയെ വേട്ടയാടാൻ വരുന്ന ഒരു വേട്ടക്കാരൻ. ഇവരൊക്കെയാണ് ഈ കാർട്ടൂണിൽ പ്രധാനമായിട്ട് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ്. കൊച്ചുടിയിൽ ഓടിയ മികച്ച കാർട്ടൂണുകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു കാർട്ടൂണാണ് മാർസുപിലാമി. പലർക്കും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂണാണ് മാർസുപിലാമി. ഇത് തിരിച്ചു കൊണ്ടുവരാൻ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മാത്രമൊന്നല്ല, ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർട്ടൂൺസ് ഉണ്ട്. അടിപൊളി കാർട്ടൂൺസ് എന്ന് പറയാൻ പറ്റുന്നത്. കണ്ടാലും മടുപ്പ് തോന്നാത്ത ഒരുപാട് കാർട്ടൂൺസ് കൊച്ചുടിയിൽ ഇറക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അതിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. ഒരു നല്ല കാർട്ടൂൺ പോലും ഇപ്പൊ അതിൽ ഓടുന്നില്ല. അതുകൊണ്ട് തന്നെ കൊച്ചുടി കാണുന്നവരുടെ എണ്ണവും കുറഞ്ഞുപോയി. പുതിയ പരീക്ഷണങ്ങൾക്ക് പകരം പണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന കാർട്ടൂൺ തന്നെ വീണ്ടും അതിലിട്ടാൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എനിവേ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആർത്തർ പ്രണ്ണ്. നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സംഭവിക്കും. ഗോൾഡൻ ഡ്രാഗൺ ബ്രീഡായ ബോ എന്ന ഡ്രാഗൺ ആർത്തറിനെ തെരഞ്ഞെടുക്കുകയും അവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആദം അവന്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ ഒതുങ്ങും, ആ ശക്തിയെ പുറത്തു വാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.